ധാരാളം കുടുംബത്തിലുള്ള അപകടരാഴ്ചകളിൽ സംഭാവനയായി നൽകി നിങ്ങളുടെ യോഗ്യത കൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും എത്രയും വേഗം പുറത്തേക്ക് മാറ്റേണ്ടതാണ്. ക്ഷേത്ര കാമ്പൗണ്ടിനുള്ളിൽ ഒരു വാഹനവും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് മറ്റുള്ള എല്ലാ വാഹനങ്ങളും കാമ്പൗണ്ടിന് പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. വാഹനങ്ങൾ കാമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മള് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള വെള്ളനാട് അമ്പലത്തിൽ ഉത്സവത്തിന് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പം എത്തിയാണ്, നമുക്ക് പോകാൻ പറ്റും. ലൈറ്റുകൾ നോക്കി, ലൈറ്റുകൾ ആഹാ ഉണ്ടാക്കും. ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അവളെന്നല്ല നോക്കട്ടെ. കൊള്ളാം. നോക്കട്ടെ എൻ്റെ ഉടുപ്പ് നോക്കട്ടെ. എന്താ അമ്മയുടെ ഉടുപ്പ്? അമ്മയുടെ ഒന്നും കണ്ടുവിടാ നമ്മളെ. പക്ഷെ അതിൻ്റെ അതെ നമ്മൾ അടുത്തോട്ട് പോയി നിന്ന് എടുത്താലേ അത് കിട്ടുള്ളൂ. നേരെ നീ വണ്ടി വരുന്ന നോക്കി വാ. പാവകൾ നല്ല മണം. ഓ അവന്റെ മോനെ ഇല്ലടാ ഇത് അയ്യോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പേര് കടകൾ ഓ പിന്നെ മര്യാദയ്ക്ക് നടന്നു പോണ ഞാൻ വീഡിയോ എടുക്കണല്ലേ ഉള്ളൂ. അവനെ പിടിച്ചു നിർത്തൂ. അത് കൊള്ളാം. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഗ്ലാസ് കട നോക്ക്. എല്ലാ കടയുടെ വീഡിയോ ഞാൻ വീഡിയോ അല്ല, കേറാം. കൊള്ളാം. നീ നടന്നു പെട്ടെന്ന് നടന്നു പോയിട്ട് അവിടെ എന്ത് ചെയ്യേ? ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ വീഡിയോ എടുത്ത് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഇന്ന് രാവിലെ പൊങ്കാല കഴിഞ്ഞ് പൊങ്കാലക്കല്ലുകൾ സ്കൂളിനകത്ത് സ്കൂളായിരുന്നില്ലേ? പാനിപ്പൂരി കട. നമുക്കൊന്ന് കഴിക്കണം, നമുക്കില്ല. നിന്റെ കൂട്ടുകാരന്മാരെവിടെ വരുമോ? ആ മരം കാണിച്ചോളൂ. എവിടെ? This J
എന്താ നിനക്ക് എന്താണ് ആവശ്യം? ഏതെടുത്താലും 20 രൂപ, 30 രൂപ, 50 രൂപ. എവിടെ നമുക്ക് ചെടി നോക്കട്ടെ. ഓ നോക്കൂ കുങ്കുമ. കമ്മലിനോട് ക്രേസ് ഇല്ല. ചേട്ടാ എവിടെ? സോഷ്യൽ മീഡിയയിലൂടെ നവസേവ സംരക്ഷണം ഉണ്ടായിരിക്കും. നമ്മുടെ ക്ഷേത്രത്തിന്റെ നാൾവഴികൾ അതിന്റെ പവിത്രതയും പ്രൗഢി കോട്ടപ്പെടാതെ ജനമധ്യത്തിലെത്തിക്കുന്ന ദൃശ്യ ടിവിയുടെ തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെയും തത്സമയം സംരക്ഷണം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ നാൾവഴികൾ അതിന്റെ പവിത്രതയും പ്രൗഢി കോട്ടപ്പെടാതെ ജനമധ്യത്തിലെത്തിക്കുന്ന ദൃശ്യ ടിവിയുടെ നല്ല ഉദ്യമത്തിൽ പ്രേക്ഷക പിന്തുണ നൽകി നമുക്കും പങ്കാളികളാകും. ഓം ശ്രീ ഭഗവതിയുടെ അതിനു മുകളിൽ ഒരു പർവ്വതത്തിൽ ദേവിയും സൈന്യവും യുദ്ധസജ്ജനായി നിലകൊള്ളുകയാണ്. ഇതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇന്നത്തെ പറണേറ്റ്. ദാരികപ്പർണം, ഭദ്രകാളിപ്പർണം. ഇന്ന് രാത്രി 10 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ പറണേറ്റ് ആരംഭിക്കുന്നു. ഐശ്വര്യ വെടിവെള്ളുപാട്, കൂട്ടവെടി, ഇരുട്ടുവെടി, ഒറ്റവെടി ഇവയ്ക്കായി എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വെള്ളനാട്ടമ്മയ്ക്ക് ഇഷ്ടവഴിപാടായ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. എന്താ? ഓഹോ, എന്റെ ഫോണാ? ഇതിനകത്ത് കാണും. നീ ഒന്നും ചെയ്യണ്ട. ആവശ്യമായ ഉന്നത സ്വീകരണ സൗകര്യങ്ങൾ ക്ഷേത്രത്തിന്റെ പൂജാതന്ത്രങ്ങളിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ ദേവീക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിനോദമായ കാര്യങ്ങൾ, പൂക്കൾ എന്നിവ
ക്ഷേത്രത്തിന്റെ ചുമതലയിൽ മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ ദേവീ ക്ഷേത്രത്തിലെ വിധിവും പലതാഭാഗത്ത് റോഡിലൂടെ കടന്നു വരുവാൻ അനുവദിക്കുന്നതല്ല. ഓം ശ്രീ ഭഗവതി നമഃ. നമ്മളെ വണ്ടി ആരെടുത്തുണ്ടോ ഇവിടെ? ആ ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, ഭയങ്കര തിരക്ക്, സൂചി കുത്താൻ പോലും അവിടെ ഇടയില്ല, അത്ര തിരക്ക്. അപ്പോൾ ശരി പാറു, നമുക്ക് പുതിയ തൊപ്പിയൊക്കെ വാങ്ങിച്ച്, ചേട്ടനും പുതിയ തൊപ്പിയൊക്കെ വാങ്ങിച്ച്. എന്താടാ വലിയ മൂടാവില്ലേ? പിന്നെ നമ്മൾ മൈസൂർ പാക്ക് വാങ്ങിച്ചു, മൈസൂർ പാക്ക്. ശരി പോവാ പണി മോദരം ഭൂഗർഭത്തിലുള്ള വസ്തുക്കളും ആഭരണങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാൻ ശുദ്ധജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പറഞ്ഞിട്ട് കാണാൻ നിന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുണ്ട്. പിന്നെ ഏകദേശം ഒരു 10-10:30 മണിയാവും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ വെളുപ്പാകാലാവും. ഇത്രയും കൊണ്ട് നടക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ പോയി കണ്ടു, എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. മലയും കുഴിയും താണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. നല്ല കാര്യം. പോയാൽ മതി. മഴയുണ്ട് guys, നല്ല മഴയുണ്ട്. മഴ പെയ്തോണ്ടിരിക്കും ചെറുതായിട്ട്. അതെന്താ ഒരു വെട്ടം? ഇത്രയും വെട്ടം നോക്കാതെ ഫ്ലാഷ് വല്ല അടിച്ച്. ഇപ്രാവശ്യം പാറോ ഉത്സവത്തിന് പോയിട്ട് കടകളൊന്നും എടുത്തോണ്ട് വന്നില്ല ഗൈസ്. 1-2 സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതെന്താണോ അമ്മേ പോലീസ് വണ്ടിയല്ലേ ആ പോയത്? ഹെൽമെറ്റ് കുഞ്ഞേടെ വീട്, നമ്മുടെ കുഞ്ഞയുടെ വീട് കാണിച്ചു തരാം. കുഞ്ഞയുടെ വീട്, കുഞ്ഞാസ് ഹോം. സ്ലോ ചെയ്ത് പോകും, പക്ഷെ നമ്മൾ നിർത്തൂലേ. ആയിക്കോ, കുഞ്ഞയുടെ വീട് കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞയുടെ വീട്. അമ്മ നമ്മളെ കണ്ട്. അതാണ് നമ്മുടെ കുഞ്ഞയുടെ വീട്. ആയിരുന്നത് അമ്മയാണ്. അയ്യോ കാണുന്നില്ല. നമ്മുടെ കാരോട് വിളയിൽ ദേവി ക്ഷേത്രത്തിലെ ലൈറ്റുകളൊക്കെ ഉത്സവം തുടങ്ങാൻ വെള്ളയിൽ ദേവി ക്ഷേത്രത്തിലെ ലൈറ്റ്സുകളാണിത്. നമ്മൾ നേരത്തെ കണ്ടത് വെള്ളനാട്. ഇത് വിളയിൽ ദേവി ക്ഷേത്രത്തിലത്. ആ, നമ്മളെ വീട് എത്താറായി. ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. നമ്മളെ വീട് എത്താറായി. ഇന്നെത്ര 30 ആയതേ ഉള്ളൂ. 31 31. ഇന്ന് 30, നാളെയാണ് 31. നാളെ ചൊവ്വള്ളൂര് തുടങ്ങും. ആ ഗൈസ്, നമ്മുടെ വീടെത്താറായി ഗൈസ്. വീടെത്തിയിട്ട് കാണാം. നമ്മുടെ ഇരട്ടക്കുളം.